വെൽക്കം ടു ഗരുഡ് ഗെയിമിംഗ്. എല്ലാ കൂട്ടുകാർക്കും ഗരുഡ് ഗെയിമിങ്ങിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അറിയാം പബ്ജി ലൈറ്റിൽ അപ്ഡേറ്റ് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ പബ്ജി ലൈറ്റ് വേർഷൻ 0.18.0.13 കൊണ്ടുവന്ന ചേഞ്ചസിനെ കുറിച്ചാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ലോബി തന്നെ കാണാം. ഫസ്റ്റ് ആനിവേഴ്സറിയാണ് പബ്ജി മൊബൈൽ ലൈറ്റിൻ്റെ. അപ്പോൾ നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ലോബിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പബ്ജി മൊബൈലിലുള്ളതുപോലെ തന്നെ ലോബി വന്നിട്ടുണ്ട്. സൈഡിൽ നമ്മുടെ ഉള്ള കാറ് അതുപോലെ വന്നിട്ട് പിന്നെ പബ്ജിയിലോട്ടുള്ള മിഷൻസിൻ്റെ ആ ഭാഗം പബ്ജിയിൽ അതുപോലെ ആക്കിയിട്ടുണ്ട്. വേറെ സവിശേഷത എന്ന് പറയാൻ ഗോൾഡ് ഫ്രാഗ്മെൻ്റ് എന്നൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് സംഭവം എന്നറിയില്ല, നോക്കി ഗോൾഡ് ഫ്രാഗ്മെൻ്റ് എന്നൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ഒട്ടേറെ സവിശേഷതകൾ. പിന്നെ അസാൾട്ട് ദ റൂയിൻസ് പബ്ജി മൊബൈലിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്, അതിപ്പോൾ പബ്ജി ലൈറ്റിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വരങ്കയിൽ പുതിയ പുതിയ സംഭവങ്ങൾ വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. അതുപോലെ തന്നെ പോപ്പുലാരിറ്റി എന്ന് പറയുന്ന സംഭവം നേരത്തെ പബ്ജി മൊബൈലിൽ മാത്രം ഉണ്ടായിരുന്നു. പോപ്പുലാരിറ്റി എന്ന് പറയുന്ന സംഭവം പബ്ജി ലൈറ്റിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അവർ. അപ്പോൾ അതുവഴി നമുക്ക് ഗിഫ്റ്റ് സെൻഡ് ചെയ്യുകയും അതിനനുസരിച്ച് പോപ്പുലാരിറ്റി ഇൻക്രീസ് ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നെ ഇതിൽ കൊണ്ടുവന്നേക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഗൺസിൻ്റെ കാര്യത്തിലാണ്. ഗൺസിൻ്റെ കാര്യത്തിൽ MP5K നേരത്തെ പബ്ജി മൊബൈലിൽ കണ്ടുവന്ന സാധനം ഇപ്പോൾ നമ്മുടെ പബ്ജി ലൈറ്റിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ UMP9 മാറ്റം തന്നെയാണ്. നമുക്ക് ഇതിനകത്ത് തന്നെ കാണാം. ഇപ്പോൾ ഈ ലൂട്ട് പറക്കുന്നതിന് തന്നെ കാണാം UMP45, UMP9 UMP45 ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഗണ്ണ് ഇതുവരെ പരീക്ഷിച്ചില്ല. അതിൻ്റെ കാര്യങ്ങൾ പബ്ജി ലൈറ്റിനകത്തായാലും എനിക്ക് വലിയ ഇഷ്ടമുള്ള തോക്കായിരുന്നു നല്ലത്. അപ്പോൾ അത് UMP9 അത്രയും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടുവോ, ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ടുവോ എന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെയെന്ന് പറയുന്നത് ഇംപ്രൂവ്ഡ് ആക്ഷനാണ്. ഈ ഒരു ഇംപ്രൂവ്ഡ് ആക്ഷൻ വോൾട്ടിങ് ആക്ഷൻ പബ്ജി കളിക്കുന്നവർക്ക് അറിയായിരിക്കും. വോൾട്ടിങ് ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു വസ്തു നിന്ന് ചാടി കഴിഞ്ഞാൽ, ഇപ്പോൾ ബിൽഡിംഗ് ആയാലും കണ്ടെയ്നർ ആയാലും നമ്മൾ ചാടി കഴിയുമ്പോൾ ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അവിടെ എത്തിപ്പെട്ടാൻ പറ്റി. നമ്മൾ അതിൻ്റെ അറ്റത്ത് നിൽക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ജമ്പ് ബട്ടൺ ഒരു വട്ടം കറക്റ്റ് ടൈമിനോടെ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് വലിഞ്ഞ് കയറാൻ പറ്റും. അതാണ് വോൾട്ടിങ് ആക്ഷൻ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ വീഡിയോ തന്നെ കാണാം. കണ്ടെയ്നറിൽ നിന്നെടുത്ത് ചാടുമ്പോൾ നമുക്കവിടെ പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ജമ്പ് ബട്ടൺ നിൽക്കുമ്പോൾ നമുക്ക് നേരെ പിടിച്ച് കയറാൻ പറ്റുന്നു. ഇതാണ് വോൾട്ടിങ് ആക്ഷൻ. പിന്നെ ഉള്ളത് ഒരു പുതിയ തോക്കിൻ്റെ കാര്യമാണ്. SMGയുടെ P90 ഗണ്ണ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നുള്ളത് പണ്ട് നമ്മുടെ ലോബിയിൽ ഈ ബോർഡിങ് ഭാഗത്ത് ഉള്ളതായിരുന്നു വണ്ടികൾ. അതെടുത്ത് മാറ്റാൻ കാരണം അത് ഇവിടെ പ്ലെയിനകത്ത് കൊണ്ടുവന്ന് ഇടിച്ച് കയറ്റി കഴിഞ്ഞാൽ, പ്ലെയിൻ്റെ ഏതോ ഭാഗത്ത് കൊണ്ടുവന്ന് ഇടിച്ച് കയറ്റി കഴിഞ്ഞാൽ അവിടെ നമ്മൾ സ്റ്റക്കായിട്ടിരിക്കും. അതൊരു ബഗ്ഗാണ്. അങ്ങനെ ഇരുന്ന് നമുക്ക് ഒരു സിമ്പിളായിട്ട് നമുക്ക് ചിക്കനായിട്ട് അടിക്കാൻ സാധിക്കും. അപ്പം അത് മനസ്സിലാക്കിയ പബ്ജി ലൈറ്റ് അതെടുത്ത് മാറ്റുകയും ഇപ്പോൾ എന്തായാലും തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പബ്ജി ലൈറ്റിനകത്ത്. എന്തായാലും നല്ലൊരു സംഭവമാണ്. പിന്നെ ബോർഡിങ് സ്ഥലത്തൊരു ആർച്ച് വന്നിട്ടുണ്ട് ഫസ്റ്റ് ആനിവേഴ്സറിയുടെ. അവിടെ തന്നെ ഫയർ വർക്ക്സ് കാണാം. അപ്പോൾ നമുക്ക് ഡെയിലി ലോഗിനിലൂടെ കിട്ടുന്നതാണ് ഫയർ വർക്ക്സ്. അവിടെ പോയി നമുക്ക് ഫയർ വർക്ക്സ് പൊട്ടിക്കാം. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റൂയിൻസിൽ മാത്രമല്ല TDMൽ മൊത്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സ്ലൈഡിങ് ആക്ഷൻ. ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകാം. പെട്ടെന്നുള്ള മൂവ്മെൻറ്റിന് അത് സഹായിക്കും. ഇങ്ങനെ സ്ലൈഡ് ഓടുന്ന വഴിക്ക് നമ്മൾ ക്രൗച്ചിൻ്റെ ബട്ടണിൽ നിൽക്കി കഴിഞ്ഞാൽ നമ്മൾ സ്ലൈഡായി പോകുന്നതാണ്. പിന്നുള്ള ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഈ നെയ്ഡ് എറിയുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ആ ചേഞ്ച് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് ആ നടുക്ക് ഒരു കോഷൻ ബട്ടൺ കാണാം. കോഷൻ ബട്ടൺ
നമ്മൾ നീട് അടുത്തെങ്ങാനുണ്ടെങ്കിൽ കോഷൻ ബട്ടൺ കാണിക്കും. എന്നിട്ട് ഏത് ഡയറക്ഷനോട്ട് മൂവ് ചെയ്താൽ നമുക്ക് ആ ബോംബിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് നമുക്കതുപോലെ കാണാം. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിസ്റ്റ ടോട്ടലി ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഒരു നിര സെയിം ടൈപ്പിലുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു വിസ്റ്റ എന്ന ഭാഗം. ഇപ്പോൾ അവിടെ മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു ഏൻഷ്യൻ്റ് സ്ഥലം പോലെയാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കേബിൾ കാർ, നല്ലൊരു സംഭവമായിട്ട് തോന്നുന്നു. കേബിൾ കാർ നമുക്കിതിൽ കയറി യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ തന്നെ അത്യാവശ്യം ലൂട്ടും 6ൻ്റെ സ്കോപ്പും ഫ്ലെയറിലും ഒക്കെ കിട്ടാൻ സാധ്യതയുള്ള സ്ഥലമാണ്. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേബിൾ കാറിൻ്റെ കാര്യമാണ്. കേബിൾ കാർ നമ്മുടെ ജങ്ക്യാർഡ് ആ ഭാഗത്തെ മലയുടെ ഭാഗത്താണ് കേബിൾ കാർ കാണാൻ സാധിക്കുന്നത്. ഇതിന് അവസാനിക്കുന്നത് നമ്മുടെ വില്ലേജിൻ്റെ മുകളിലുള്ള മലയിലാണ്. അവിടെ തന്നെ നമുക്ക് വേറൊരു ഫീച്ചർ കാണാം. വേറൊന്നുമല്ല, കേവ്. നേരത്തെ ആണെങ്കിൽ നമ്മൾ കറങ്ങി വണ്ടിയും കൊണ്ട് പോകണമായിരുന്നു ചർച്ചിൽ പോകണമെങ്കിൽ. ഇപ്പോൾ അതിൻ്റെ ഒരാവശ്യമില്ല. നമുക്ക് നേരിട്ട് മലയുടെ അടിവാരത്തിലൂടെ ഒരു തുരങ്കം നിർമ്മിച്ചു തന്നിരിക്കുകയാണ് പബ്ജി മൊബൈലിലായിട്ട്. നമുക്ക് ആ കേവിലൂടെ ഡയറക്റ്റ് ചർച്ചിലേക്ക് പോകാവുന്നതാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ്. നമുക്ക് ടൈം ലാഭിക്കാം. നേരത്തെ ഉള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അത്യാവശ്യം ലൂട്ടും ഇതിനകത്ത് തന്നെ ഉണ്ട്. അത്യാവശ്യം ലൂട്ടേ ഉള്ളൂ, അത് ഇതിനകത്തുണ്ട്. പിന്നെ നമുക്ക് ന്യൂ ഗിഫ്റ്റ് ആൻഡ് റിക്വസ്റ്റ് എന്നൊരു സംഭവം വന്നിട്ടുണ്ട്. അതുവഴി നമുക്ക് ഗിഫ്റ്റ് അയക്കുകയും നമുക്ക് ഗിഫ്റ്റ് വാങ്ങിക്കുകയും ചെയ്യാം. അങ്ങനൊരു സംഭവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പറയാമെങ്കിൽ റൂയിൻസ്, ന്യൂ ലാൻഡ്സ്കേപ്സ്, TDM റൂയിൻസിലെ സ്ലൈഡിങ് ആക്ഷൻ, SMG, P90, വോൾട്ടിങ് ആക്ഷൻ, ഒരുപാട് കാര്യം, ഗിഫ്റ്റ്സിൻ്റെ കാര്യം, അതെല്ലാം പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ നല്ല വീഡിയോസുമായി ഞങ്ങൾ തിരിച്ചു വരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നതാണ്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതിലൊരു കാര്യം നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ഗൈസ്.